ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെ കുറിച്ചാണ്. മറ്റൊരു വ്യക്തിയോട് നമുക്കുണ്ടാകുന്ന അമിതമായ ഇഷ്ടം, ഓവർ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെക്കുറിച്ചുള്ള ചില വഴികളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പല ആളുകളെയും നിങ്ങൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളും ഇത്തരത്തിലൊരു വ്യക്തിയായിരിക്കാം. അമിതമായി നിങ്ങളുടെ മനസ്സിലും മറ്റൊരാളോടുള്ള ആസക്തി അമിതമായി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ലോകത്ത് എന്ത് തന്നെയാണെങ്കിലും അത് അമിതമായി കഴിഞ്ഞാൽ, പരിധിയിലും കൂടുതലായി കഴിഞ്ഞാൽ അത് വിഷത്തിന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ അറിയിക്കാത്തവർക്ക് പലതും കൊടുക്കുന്നതും സ്വയം നമ്മൾ നമുക്ക് തന്നെ ചിതയൊരുക്കുന്നത് പോലെയാണ്. സോ നിങ്ങളുടെ ഉള്ളിലും മറ്റൊരു വ്യക്തിയോട് അമിതമായ ആസക്തി, അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ അതിനായി നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളിതാ. ഇതിലാദ്യത്തേതാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. നിങ്ങളുടെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലുണ്ടാകുന്ന ചിന്തകളും പെരുമാറ്റങ്ങളും നിങ്ങളുടെ വികാരങ്ങളും എല്ലാം പൂർണ്ണമായും മനസ്സിലാക്കാനും ഇവയെല്ലാം കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കാനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് ആത്മപരിശോധനയ്ക്കും സ്വയം പ്രതിഫലനത്തിനുമുള്ള ഇടം നൽകും. വിധിയില്ലാതെ വ്യക്തിയുമായുള്ള നിങ്ങളുടെ അടുപ്പം നിരീക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. സോ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് ആദ്യമെല്ലാം വളരെ ബോറിംഗ് ആയി തോന്നുമെങ്കിലും ഇത് നിങ്ങളെ മാനസികമായി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കൂടുതൽ സ്ട്രോങ് ആക്കി നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. നമ്പർ 2, വിഷ്വലൈസേഷൻ. നിങ്ങൾ ആരിലാണോ അഡിക്റ്റഡ് ആയിട്ടുള്ളത് ആ വ്യക്തിയെ തന്നെ ഓർത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകളിൽ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മോചിതനാവാൻ സാധിക്കില്ല. ഇതിന് കാരണം മുൻപ് ആ വ്യക്തി നിങ്ങൾക്ക് സന്തോഷം നൽകിയിരുന്നു, എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് ആ സന്തോഷം ലഭിക്കാൻ പോകുന്നില്ല. അതായത് ആ വ്യക്തിയും അതിലൂടെ ആ സന്തോഷവും ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ നിങ്ങൾ അവരിൽ അഡിക്റ്റഡായി പോവുകയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരുടെയോ കയ്യിലാണെന്ന്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിലാണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നു. സോ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഈ അഡിക്ഷൻ മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഈ മെൻറ്റാലിറ്റി മാറ്റിയെടുക്കേണ്ടതാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ആ വ്യക്തി ഒരുപാട് സന്തോഷങ്ങൾ നൽകിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രസൻറ്റ് മൊമെൻറ്റ് വരെ ആ സന്തോഷവും ആ വ്യക്തിയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി ഫ്യൂച്ചറിലോട്ട് അതൊരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ലെന്നും അതൊരിക്കലും ഹെൽത്തിയായ ഒന്നല്ലെന്നും ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണെന്ന സത്യം മനസ്സിലാക്കാനായി തുടങ്ങും. അതിനാൽ തന്നെ ആ വ്യക്തിയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം സ്വയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കുന്നത് സ്വയം നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. ഇപ്പോൾ മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇത്തരത്തിൽ ആ വ്യക്തിയിൽ നിന്നും വേർപിരിഞ്ഞതിന് ശേഷം സ്വയം സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബെറ്റർ പേഴ്സണായി നിങ്ങൾ മാറുന്നതായി ഒന്ന് ഇമാജിൻ ചെയ്തെടുക്കാനായി ശ്രമിക്കുക. അത്തരത്തിലൊരു ക്വാളിറ്റി പേഴ്സണായി നിങ്ങൾ സ്വയം നിങ്ങളെ ഇമാജിൻ ചെയ്തെടുക്കാനും അത്തരത്തിലൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിൽ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത, സ്വയം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, സെൽഫ് ലവ് ഉള്ള, മറ്റുള്ള ആളുകളോട് ദയയും അനുകമ്പയും എല്ലാമുള്ള ഒരു ബെറ്റർ ക്യാരക്ടറിനെ, നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനെ ഇമാജിൻ ചെയ്തെടുക്കാനും അത്തരത്തിൽ നിങ്ങളുടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിനെ ഓവർകം ചെയ്തെടുക്കാനും ശ്രമിക്കുക. മൂന്നാമത്തേതാണ് ക്രിയേറ്റ് ന്യൂ റൊട്ടീൻസ്. നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആ വ്യക്തിയുമായി ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് ഒരുപാട് സമയം നിങ്ങൾ ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇനി പുതിയ പല കാര്യങ്ങളെയും പുതിയ പല ശീലങ്ങളെയും ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ആ വ്യക്തിയുമായി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതോ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതോ, സിനിമയ്ക്ക് പോയതോ, സോ ഇത്തരത്തിലുള്ള പല മെമ്മറീസും പല ശീലങ്ങളും ഇനി മുതൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. നിങ്ങളാദ്യം ഇമാജിൻ ചെയ്തെടുത്തതുപോലെ, വിഷ്വലൈസ് ചെയ്തതുപോലെ നിങ്ങളുടെ ബെറ്റർ വേർഷനെ ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. സോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനായി ശ്രമിക്കുക. പല കാര്യങ്ങളും പഠിക്കാനും അറിയാനും ചെയ്തു വെക്കാനും ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ സാമൂഹികവും സാമ്പത്തികപരമായും ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായി, ബെറ്ററാക്കി മാറ്റാനായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തതുപോലെ നിങ്ങളുടെ ബെറ്റർ വേർഷനെ ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ദിനചര്യകളെയും നിങ്ങളുടെ ശീലങ്ങളെയും മാറ്റിയെടുക്കാനായി ശ്രമിക്കുക. പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, പുതിയ ഹോബീസും ഇൻട്രസ്റ്റും എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നത്,
പുതിയ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ പഴയ നിങ്ങളിൽ നിന്നും പുതിയ നിങ്ങളിലേക്കുള്ള ചുവടുവെപ്പിനായി പുതിയ ശീലങ്ങളെ അഡോപ്റ്റ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ പഴയ ശീലങ്ങളെ മാറ്റാനും തിരുത്താനും ശ്രമിക്കുക. നാലാമത്തേതാണ് ഒരു കത്തെഴുതുക. പക്ഷേ അതൊരിക്കലും ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് തന്നെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫീലിങ്സിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള തിങ്ങി നിറയുന്ന നിങ്ങളുടെ ഇമോഷൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളൊന്ന് ഫ്രീ ആക്കാനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. സോ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാനുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പറയാനും, നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിൽ പൂർണ്ണമായും എഴുതാനും, നിങ്ങളുടെ എല്ലാ വികാരങ്ങളെയും നിങ്ങളുടെ എല്ലാ ഇമോഷൻസിനെയും കുറിച്ചും അതിൽ ഉൾപ്പെടുത്താനും, ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ നല്ല കാര്യങ്ങളെക്കുറിച്ചും മോശം അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം അതിൽ വിവരിക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൽ എഴുതാനായി ശ്രമിക്കുക. ഇനി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ എത്തരത്തിലാണ് ആ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യാൻ പോകുന്നതെന്നും, സോ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൽ എഴുതാനായി ശ്രമിക്കുക. സോ ഈ കത്ത് എഴുതുന്നത് നിങ്ങളെ മെൻ്റലി ആൻഡ് ഇമോഷണലി ഒന്ന് ഫ്രീ ആക്കാനായി സഹായിക്കും. നിങ്ങളുടെ ഉള്ളിൽ അടക്കി പിടിച്ച പല കാര്യങ്ങളെയും ഇത്തരത്തിൽ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ അടക്കി പിടിച്ച പല കാര്യങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ പല ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും. ഇനി ഈ കത്ത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കാനും ഒരുപക്ഷെ ഒരുപാട് ചിരിക്കാനും കൗതുകത്തോടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിച്ചേക്കാം. നമ്പർ 5, പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പലതും മറക്കാനും പല കാര്യങ്ങളും മാറ്റിയെടുക്കാനും ഒരുപാട് സമയമെടുക്കും. അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളെയും മറക്കാനും മാറ്റിയെടുക്കാനും സാധിച്ചെന്ന് വരില്ല. എല്ലാവരും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പലതും മാറ്റിയെടുക്കാനായി അവരവരുടേതായ സമയം ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ നിങ്ങളോട് തന്നെ അനുകമ്പയും ദയയും പരിശീലിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സോ ഇതിനെല്ലാം അതിൻ്റേതായ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടും അനുകമ്പയോടും സ്വയം നിലനിൽക്കാനായി പരിശ്രമിക്കുക. ദയയോടെയും വിവേകത്തോടെയും സ്വയം പെരുമാറുക. സ്വയം കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാതിരിക്കുക. അടുത്തതാണ് ഇന്നർ ചൈൽഡ് വർക്ക്. പല ആളുകളും ഇത്തരത്തിൽ പ്രണയത്തിൽ അകപ്പെടുന്നതും അല്ലെങ്കിൽ മറ്റൊരാളോട് അമിതമായി ആസക്തി ഉണ്ടാകുന്നതെല്ലാം അവരിൽ പണ്ടെപ്പോഴെങ്കിലും ഉണ്ടായ മനസ്സിലെ മുറിവുകളോ ആഘാതങ്ങളോ കൊണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ആളുകളെല്ലാം അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് കാരണം പല അഡിക്ഷനിലേക്കും പോകാറുണ്ട്. എല്ലാവരുടെയും സാഹചര്യങ്ങളും ജീവിതവും ഒരുപോലെ അല്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. സോ ഇത്തരത്തിൽ കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും മനസ്സിനേറ്റ പല മുറിവുകളും ആഘാതങ്ങളും എല്ലാം പിന്നീടുള്ള നമ്മുടെ വ്യക്തി ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. സോ ഇത്തരത്തിൽ ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാം ഉള്ള ആളുകൾ പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആവുന്നത് സ്വാഭാവികമായ ഒന്നാണ്. സോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുട്ടിയെ മനസ്സിലാക്കാനും ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും മനസ്സിലെ ആഘാതങ്ങളെയും തിരിച്ചറിയാനായി ശ്രമിക്കുക. സോ അതിനെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുട്ടിയെ ആശ്വസിപ്പിക്കാനും അതിന് സപ്പോർട്ട് നൽകാനും ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിക്ക് ആശ്വാസവും പിന്തുണയുമാകുന്നതിലൂടെ, ആ കുട്ടിയെ സുഖപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സ്വയം തിരിച്ചറിയാനും സ്വയം സ്നേഹം വളർത്തിയെടുക്കാനും സാധിക്കും. സോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുട്ടിയോട് ഇനി ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ലെന്നും എല്ലാ കാര്യങ്ങളിലും നിനക്ക് താങ്ങും തണലുമായി ഞാനുണ്ടെന്നുമുള്ള കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരിക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്കുള്ളിലുള്ള ആ കുട്ടിക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ട് നിങ്ങളുടെ ട്രോമ എന്ത് തന്നെയാണെങ്കിലും അതിനെ ഓവർകം ചെയ്യാനായി ശ്രമിക്കുക. ഇപ്പോഴത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങളോട് ദയയും അനുകമ്പയും കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവന് താങ്ങും തണലുമാകാൻ സാധിക്കുകയാണെങ്കിൽ ഇത് ബാഹ്യ മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യകത കുറയ്ക്കുന്നു. 7ാമത്തതും അവസാനത്തതുമായ പോയിൻ്റാണ് കണക്ട് വിത്ത് യുവർ സ്പിരിച്വൽ ബിലീഫ്. നിങ്ങളുടെ ആത്മീയമോ മതപരമോ ആയ വിശ്വാസങ്ങളിൽ നിന്ന് ശക്തി നേടുന്നത് അഡിക്ഷനെ ഇല്ലാതാക്കുന്ന പ്രക്രിയയിൽ വിശ്വാസവും മാർഗനിർദ്ദേശവും നൽകും. നിങ്ങളുടെ വിശ്വാസങ്ങളോടും മൂല്യങ്ങളോടും പൊരുത്തപ്പെടുന്ന പ്രാർത്ഥനയിലോ ധ്യാനത്തിലോ ആത്മീയ ആചാരങ്ങളിലോ ഏർപ്പെടുക.